ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഈ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന പ്രശ്നമാണ് ഇത് ഫ്രണ്ടിലല്ലേ എന്നുള്ളത്. ഇത് ഫ്രണ്ടിലാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇത് ഫ്രണ്ടിൽ വന്നുകൊണ്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഈ ബെഡ്റൂമിന് രണ്ട് സൈഡിൽ നമുക്ക് ജെല്ല് കിട്ടി. അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഒഴിവായി. കാരണം ഈ കോർണേഴ്സിൽ ടോയ്ലറ്റ് വരുമ്പോഴാണ് വാസ്തു സംബന്ധമായിട്ട് ആൾക്കാർ പരാതി പറയാം. അപ്പൊ ആ പരാതികളൊക്കെ ഒഴിവായി. ഇത് ഫ്രണ്ടിലാണ് എന്നുള്ളത് പ്ലാനിൽ മാത്രമേ കാണുള്ളൂ. പണി കഴിഞ്ഞ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഫ്രണ്ടിലുണ്ട് എന്നുള്ളൊരു ഫീല് തന്നെ ആർക്കും വരില്ല. അതുകൊണ്ട് തന്നെ പ്ലാനിൽ നോക്കുമ്പോൾ ഈ ടോയ്ലറ്റ് ഫ്രണ്ടിലാണെന്നൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാവില്ല. വീടിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ടോയ്ലറ്റ് വെക്കുന്നത് കൊണ്ട് വേറെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ടോയ്ലറ്റ് വന്നതുകൊണ്ട് ഈ ബെഡ്റൂമിന് ആ കോർണറിൽ നമുക്ക് കോർണർ സ്പേസ് എല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ഈ ടോയ്ലറ്റ് നമ്മൾ അപ്പർ സൈഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ആ ബെഡ്റൂമിന്റെ വെന്റിലേഷൻ അത് ബാധിക്കും. പഴയ വീടിന് പുതിയ മുഖം റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിൽ വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.